നീ എന്തിനും കരളിൽ സ്നേഹം വെറുതെ എന്തിനും നെഞ്ചിൽ മണമായി നീയും മനസ്സില്ലാതെ എന്തിനു പൂവിൻ ചന്തം വെറുതെ എന്തിനു രാവിൻ ചന്തം എന്നുവരും നീ എന്നുവരും നീ എന്റെ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പള്ളിപ്പെരുന്നാൾ സ്റ്റാർട്ടാകാണ് കേട്ടോ. 10 വർഷം കൂടി ഞാൻ പള്ളിപ്പെരുന്നാളിന് വേണ്ടി വന്നിട്ടുണ്ട്, പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പട്ടി അടിച്ചോണക്കാക്കി വെച്ച് ഞാൻ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അല്ല, അത് ഞാൻ കടയിൽ കൊണ്ട് വെട്ടിച്ചില്ല. എന്നിട്ട് പട്ടി അടിച്ചോണക്കായായിരുന്നു. ഞാനത് പിന്നെ നാണക്കേട് കാരണം കടയിൽ കൊണ്ട് വെട്ടിച്ചു. ആ, അവിടെ ഞാൻ പട്ടി അടിച്ചോണക്കാക്കി വെച്ചു. അപ്പൊ അവിടെ ഇറങ്ങാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവൻ വന്നിട്ടുണ്ട്, രാവിലെ ശ്രീകുട്ടൻ വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര പാചകടിയായിട്ടോ എല്ലാവരും കൂടെ. അമ്മായി ഉണ്ട്, അമ്മായി ഭയങ്കര സുന്ദരിയായിട്ടോ വന്നേക്കുന്ന കാര്യം. അല്ലല്ല, സുന്ദരിയായിട്ടോ. നമ്മള് പ്രദർശനം ഇറങ്ങാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. കൊല്ലന്താനും കൂടെ കൊല്ലന്താനത്ത് കൂടെ ഒരു സൈഡിലോട്ട് പോ. ഞങ്ങളെ കൊച്ചിനെ എങ്ങനെ വിളിക്കാന്നൊന്ന് വെച്ചു. അങ്ങനെ അല്ല, ഇപ്പൊ അല്ല, കൊല്ലന്താനം ഒരു പടം കണ്ടേനെ കേട്ടോ. ഇപ്പൊ വരും മുണ്ടക്കയൊക്കെ എല്ലാം ഓൺ ദ വേ ആണ് കേട്ടോ. അവര് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പ്രദക്ഷിണം കേട്ടോ. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഉപ്പറയ്ക്ക് പോവും. വീട്ടിൽ പോയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഫുഡൊക്കെ അടിച്ച് അവര് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു വരണം. അതെ വരും. മീനുക്കുട്ടിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാരും ഓരോരോരോ മൂലൊക്കെ അതെ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിപ്പെരുന്നാള്? സൂപ്പറാണോ? ഞങ്ങളുടെ അവിടുത്തെ പെരുന്നാളൊക്കെ ഉണ്ടല്ലോ. ഓ, ഇനി ഇച്ചിരി തള്ളുടി കൊച്ചേ. ഇത് മറ്റേ പൊക്ക പോകുന്ന സാധനല്ലേ അല്ലേ? ഇവിടെ എന്താ കെട്ടിപ്പിടിച്ച് ഉമ്മ വഹിച്ച ഭയങ്കര പരിപാടിയാണല്ലോ. കൊച്ചിന്റെ ടീച്ചറാട്ടോ പോകുന്നത്. ടീച്ചറിന്റെ കൊച്ചിന്റെ ഒരു ബലൂൺ ഉണ്ടായിരുന്നേ. കൊച്ചിന്റെ ടീച്ചറാന്ന് തന്നെ അത് വിച്ച് പൊട്ടിച്ചേനെ. അന്നാ പരീക്ഷയുടെ മാർക്കിലൊരു തീരുമാനമായാണ്. കൊച്ചിനെ അത് പറഞ്ഞു തോന്നില്ല. അത് ഇവിടെ ഉണ്ട്. അതേ ശാന്തേമ്മ മേടിച്ചു പോയി. അവിടെ പോയി കൊണ്ട് മേടിച്ചു ദേ വരുന്നു. പൊന്നോ, ഒരാൾക്ക് മേടിച്ചിട്ട് കാര്യമില്ല. ഈ അടുത്ത കൊച്ചി അത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വെണ്ടരി ചെറിയ കണ്ടാലും പറയുന്നതാ, ഞാൻ കൊല്ലന്താനം കുടുംബത്തിലെ ഏറ്റവും ചെറിയ കിടാവാണ്. മതിയുടെ ഞങ്ങളുടെ കൊച്ചിനെ ആക്കിയത്. പേടിക്കണ്ട, ഒരു കളിപ്പാട്ടൊക്കെ മേടിച്ചാണ് പോകുന്നത്. ഇവിടെ പിടിക്കും. കണ്ടോ സൂപ്പർ. ഇതിനത് ഇഷ്ടപ്പെട്ടില്ല. അതിന് മറ്റേതാ ഇഷ്ടപ്പെട്ടത്. അതിന് മറ്റേ വിമാനം ഇഷ്ടമായിരുന്നു. അല്ലല്ല, ഇഷ്ടപ്പെട്ടു. ഹലോ ഗൈസ്, എല്ലാവരും എന്ത് പറയുന്നു? നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല അല്ലേ? നമ്മളെ നോക്കിയിരുന്ന് നിങ്ങളൊക്കെ മടുത്തോ? ഞങ്ങൾ ഒരു ദിവസം ഒരു കുഞ്ഞ് ലീവ് എടുത്തതാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പള്ളിപ്പെരുന്നാളൊക്കെ കണ്ടതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിട്ട് മല മറിക്കുമായിരുന്നോ പള്ളിപ്പെരുന്നാളിന് ഓടുന്നു? അല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. കുറച്ച് ക്ഷീണം, അതായത് നമ്മൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ക്ഷീണങ്ങൾ ഉണ്ടാവില്ല. ഇതുകൊണ്ട് നല്ല അടിപൊളി ചെണ്ടമേളമൊക്കെ വന്നാൽ ആരാ പോയി നോക്കി നിൽക്കാണ്ടിരിക്കുക? വാ വിളിച്ച് ഞാൻ പോയി നോക്കിക്കോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെണ്ടമേളം ബാൻഡ്മേളമൊക്കെ. അപ്പം ഈ വർഷത്തെ പള്ളിപ്പെരുന്നാളിന് ഇവിടെ കണ്ടേക്കണമെന്ന് വല്യമ്മച്ചി മസ്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. വല്യമ്മച്ചി പറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാര്യം എനിക്കതൊരു കാരണമായല്ലോ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരാം. അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ പള്ളിപ്പെരുന്നാൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എന്തുകൊണ്ടാണെന്നറിയോ? 10 വർഷം കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പള്ളിപ്പെരുന്നാൾ കൂടുന്നത്. എനിക്ക് ശരിക്കും ഈ ഒരു ടൈമിലൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഞാൻ ഇത്രയും വർഷം ഇതൊക്കെ മിസ് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട്.
കുട്ടിക്കാലത്ത് ഇത് നല്ലൊരു ഓർമ്മയാണ് കേട്ടോ. പള്ളിപ്പെരുന്നാൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു സ്പെഷ്യൽ ഓർമ്മയാണ്. എന്തോ ഒരു വലിയൊരു പൂരമൊക്കെ നടക്കത്തില്ലേ, ആ ഒരു വൈബായിരുന്നു കേട്ടോ പണ്ട് കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ ഒരു മൈൻഡിൽ. കാര്യം നമ്മുടെ ഇവിടെ അടുത്തൊന്നും അമ്പലമില്ല കേട്ടോ, കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് കൃഷ്ണൻ്റെ അമ്പലമൊക്കെ ഇത്രയും ഡെവലപ്പായി വന്നത്, അന്ന് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആഘോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിപ്പെരുന്നാളാണ് പണ്ടൊക്കെ. അപ്പം ഞങ്ങളും പോകും കേട്ടോ ഈ ഒരു റാലിയുടെയൊക്കെ കൂടെ. കുട്ടിക്കാലത്ത് ഞങ്ങൾ എന്താ പറയുക, കുഞ്ഞു പിള്ളേർ മാത്രമല്ല കേട്ടോ, എല്ലാവരും പോകും. നമ്മുടെ ഈ ഒരു ഉപ്പുതറ കരയുള്ള എല്ലാവരും ഈ ഒരു റാലിയുടെ കൂടെ ഉണ്ടാവും. ഒരു റാലി എന്നൊക്കെ വെച്ചാൽ നമുക്ക് ഭയങ്കര വലിയൊരു ആഘോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. നടന്നു പോവുക, ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ പോയിട്ട്. അപ്പോൾ വിച്ചുവൊക്കെ മാക്സിമം അവിടെ നിന്ന് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. വിച്ചു ഇങ്ങനത്തെ ഘോഷയാത്രയൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ ചിലപ്പം ഉണ്ടാവുമായിരിക്കും. നല്ല ക്ഷമയോടെ വന്ന് നിന്ന് കാണുന്നുണ്ടെന്ന് കേട്ടോ. ഞാനിത് ഇച്ചിരി സ്പീഡ് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഫീൽ ആവുന്നതല്ല, ഇത് പതുക്കെയാണ് കേട്ടോ ഈ ഒരു റാലിയൊക്കെ പോകുന്നത്. ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അവർ ഓടിപ്പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ആവും. അപ്പം പ്രത്യേക ഒരു ഐശ്വര്യമാണ് കേട്ടോ ഇത് വന്ന് നിന്ന് കാണാനായിട്ടൊക്കെ. റാലിയിൽ പങ്കെടുത്താലും തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം പങ്കെടുത്തില്ല. ചെറുപ്പത്തിൽ ഞങ്ങൾ എല്ലാവരും പോകുമായിരുന്നു. കുറേ ദൂരം നടക്കാനായിട്ടുണ്ട്. കുറേ ദൂരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആശുപത്രിപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആശുപത്രിപ്പടി ചെന്ന് നേരെ കറങ്ങി ഉപ്പാറ, പിന്നെ ഇങ്ങനെ തിരിഞ്ഞു വരണം കേട്ടോ. കണ്ട ഒരു ചേച്ചിയൊക്കെ കൈ കുഞ്ഞിനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ അവരതൊക്കെ മാക്സിമം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ അങ്ങനെ പോകുന്നത്. അത് തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അവർക്ക് എപ്പോഴും നല്ല അനുഗ്രഹം തന്നെ വരും. പിന്നെ നമ്മുടെ അമ്മുച്ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അത് തന്നെ നമ്മുടെ അയൽവക്കത്തെയാണ് അമ്മുച്ചേച്ചിയൊക്കെ, അവരവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈശോയുടെയും മാതാവിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ബാൻഡുമകളൊക്കെ കേട്ട് വാ തുറന്ന് നിൽക്കുകയായിരുന്നേ. വായിൽ കൂടെ ഈച്ച കയറിപ്പോയെന്ന് വരെ എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാര്യം ഒത്തിരി നാൾക്ക് ശേഷം നമ്മളിങ്ങനെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിങ്ങനെ അതായത് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു കാര്യത്തിനായാലും ഒരു പരിപാടിക്കൊക്കെ ആയാലും നമ്മളിങ്ങനെ പോകുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് അല്ലേ. ഭയങ്കര ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. എന്തായാലും ഈ പ്രാവശ്യം വെല്ലുമിച്ച് ഓർമ്മിപ്പിച്ചോണ്ടാണ് കേട്ടോ. അല്ലേ സാധാരണ ഞാൻ പള്ളിപ്പെരുന്നാളിൻ്റെ ഡേറ്റ് അമ്മ ഇവിടെ പറഞ്ഞു വയ്ക്കും, പക്ഷെ മറന്നു പോകും. അത് കഴിഞ്ഞ് പള്ളിപ്പെരുന്നാൾ കഴിയുമ്പോൾ അയ്യോ അമ്മ എന്താ അമ്മ എന്നെ വിളിക്കാണ്ടിരുന്നതെന്ന് ഞാൻ ചോദിക്കാം. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയില്ല. കാര്യം ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വന്ന വെല്ലുമിച്ചി വന്ന കൊച്ചുമക്കളോടൊക്കെ പറഞ്ഞു മര്യാദയ്ക്ക് വന്നോളണം എന്നുള്ളത്. അപ്പം നമ്മളിങ്ങ് പോകുന്നു കേട്ടോ. കാര്യം ഞങ്ങൾക്ക് കഴിയുന്നതൊക്കെ എടുക്കണമായിരുന്നു. ഞങ്ങൾ കഴിന്നെടുക്കുന്നതിലൊക്കെ നല്ല വിശ്വസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ ഉപ്പുതറയിലെ മാതാവ് ഭയങ്കര ശക്തിയുള്ള മാതാവാണ്. എന്ത് പ്രാർത്ഥിച്ചാലും നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിനുള്ള ഒരു അനുഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ബലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് താഴെ വന്നു കേട്ടോ. സിറ്റി വന്ന് കാണാൻ വേണ്ടി വന്നു. പക്ഷേ എനിക്കൊരു മണ്ടത്തരം പറ്റി കേട്ടോ. ഞാൻ നടുക്കാണ് നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പരിപാടിയൊന്നും ഇതിനകത്ത് കാണാൻ പറ്റിയില്ല കേട്ടോ. ഒത്തിരി നല്ല പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. താഴെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിച്ചുമൊക്കെ നിന്നോടത്തൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റി. ഞാൻ ഈ ഇടഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും കണ്ടപ്പോൾ ഞാനിതൊക്കെ എടുത്തിട്ടുണ്ട്. കാര്യം ഇതൊക്കെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാര്യമല്ലേ അല്ലേ. നമ്മൾ എല്ലാവരും കൂടെ ഒരു സഭയിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടി നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ടൗണിലോട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിട്ടുണ്ടായിരുന്നേ. അവിടെ എന്താ അങ്ങനെ ഗ്യാപ്പ് വന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നേർച്ച ഇടുമല്ലോ മാതാവിൻ്റെയൊക്കെ രൂപത്തിൻ്റെ അവിടെ. അപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ ഗ്യാപ്പ് വന്നത്. ഒത്തിരി പടക്കമൊക്കെ അവർ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് കേട്ടോ വിച്ചൂസ് നിന്നത്. പക്ഷേ ഫോൺ എൻ്റെ കയ്യിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും സനീഷേട്ടാ വന്ന് പാടി നമുക്ക് അങ്ങോട്ട് മാറി നിന്നിട്ട് നീ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാറി നിന്ന് കുറച്ചൊക്കെ കിട്ടി കേട്ടോ. എന്നാലും വലുതായിട്ടൊന്നും കിട്ടിയില്ലേ. നല്ല രീതിയിലുള്ള ഇതുണ്ടായിരുന്നു കേട്ടോ. പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് പള്ളി ചെല്ലുമ്പോൾ പള്ളിക്കലും ഉണ്ടായിരുന്നു വെടിക്കെട്ട്. പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഗൈസ്. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഫാമിലിയിലെ എല്ലാവരും വന്നത് അതൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. കോട്ടയത്ത് നിന്ന് ശാന്താമ്മയും ചേച്ചിയും വന്നു. അതുപോലെ മുണ്ടൊക്കെ ഇന്ന് സനീഷേട്ടയും ഉഷേമ്മയും ചേച്ചിയും സനീഷേട്ടയുടെ വൈഫും വന്നു. അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു ഫാമിലിയിൽ. എന്നാലും മാക്സിമം എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും നല്ല രീതിയിൽ ഈ വർഷത്തെ പള്ളിപ്പെരുന്നാളൊക്കെ എൻജോയ് ചെയ്തു. ഇപ്പോൾ പള്ളിപ്പെരുന്നാളൊക്കെ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ടല്ലേ, സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തൃശ്ശൂർ എന്നിട്ട് വേണം കേട്ടോ അവിടുത്തെ പള്ളിപ്പെരുന്നാളിനും കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട്. അമ്മ ഞങ്ങളെ അമ്മ ഡേറ്റൊക്കെ ഓർത്തിരുന്നിട്ട് പറഞ്ഞു വിടും കേട്ടോ. പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാനായിട്ടൊക്കെ പറയും. അപ്പോൾ കുറേ നേരം കൂടെ ഞങ്ങളിവിടെ നിന്ന് കണ്ടു കേട്ടോ. ഞങ്ങളെല്ലാവരും കറക്റ്റ് ആ സമയമായപ്പോഴത്തേക്കാണ് ഞാൻ വന്നത്. ഞാൻ ഓടിപ്പിടിച്ചാണ് ഗൈസ് വന്നത്. കാര്യം വീട്ടിൽ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണമായിരുന്നല്ലോ. അപ്പം അതെല്ലാം സെറ്റാക്കിയിട്ട് കറക്റ്റ് ഈ ഒരു പ്രദക്ഷിണത്തിൻ്റെ ടൈം ആയപ്പോഴാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ വണ്ടിയിൽ ഇങ്ങനെ ഒരു സീസൺ
സ്ലിപ്പർ ചാടുന്ന ഒരു വണ്ടിയാണ്. അതൊക്കെ താഴെ നല്ല രീതിയിൽ വിച്ചുമൊക്കെ നിന്ന് കണ്ടു ഗൈസ്. പക്ഷേ എനിക്കത് കാണാൻ പറ്റിയില്ല. എനിക്ക് അതിൻ്റെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിച്ചൂസിൻ്റെ അടുത്ത് കുറേ പരാതിയൊക്കെ പറഞ്ഞു. സാധനത്തിനെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. എവിടെയായിരുന്നു? ഇവിടെ ഇത്ര നല്ല പരിപാടികളായിരുന്നല്ലേ. അയ്യോ, ഞങ്ങള് നടുക്ക് പോയി നിന്നും വരെയൊക്കെ ഒന്നും കാണാൻ പറ്റിയില്ല. ജാനിക്കുട്ടിയുടെ വല്ല അഡ്രസ്സും ഉണ്ടോ? അവരുടെ കയ്യിലായിരിക്കും. അല്ല, കൊണ്ടുവന്നോളൂ, അവരങ്ങോട്ട് വരും. ബാന്ന് നമുക്ക് പോയേക്കാം. ഓ, നടക്കാൻ കുറച്ച്. ഇവിടെ നിന്നാ മതിയെന്ന് ചതിയായി പച്ചു. പിച്ചു മുൻകൂട്ടി പറഞ്ഞു ഞാനില്ലാന്നുള്ള കാര്യം കേട്ടോ. അയ്യോ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടും കുടുക്കിയൊക്കെ എടുത്തിട്ടാട്ടോ. ഇന്ന് സന്തോഷമാവന്റെയും കുട്ടായ്മാവന്റെയും അങ്ങോട്ടാ എല്ലാരും. ഇല്ലില്ല, കായ ഉണങ്ങിയിട്ടില്ല. ബാ, എല്ലാവരുടെയും കയ്യിൽ ഒരു ബാഗ് ഉണ്ട് കേട്ടോ. ഉണ്ടോ? എന്നത്തിനാ ഇത്? വെള്ള എന്നത്തിനാ? ചുമ്മാ ഭംഗിക്കോ? ആണോ? അവര് ശംഖുപുഷ്പത്തിന്റെ മറ്റേ ഇത് വെള്ള, നീലയുണ്ട് ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. ആണോ? വാ, വരൂ. സഞ്ജന ചേച്ചി ഇവിടെ വന്ന് എല്ലാരോട്ടും കൂട്ടായെന്ന് തോന്നുന്നു. ആണോ? ഇത് നമ്മള് സ്ഥലം വെച്ചെന്നാ വിളിച്ചേ. ഈ മേളത്തെ വീട്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് സിന്ധുവമ്മയൊക്കെ വർത്താനം പറയുന്നതാണ്. പോകുന്ന വഴിയില് റീൽസ് എടുക്കാനാണ്. പായോ പിടിക്കാം. അതെ അതെ, ഇതിലാണോ ഇറങ്ങണേ? സ്റ്റെപ്പ് ഉണ്ട്. ആദ്യമായിട്ട് കാണുമല്ലോ അമ്മക്ക്. അല്ല, അത് നമുക്ക് എത്ര നല്ല ആറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഫീലിങ്സ് അത് വേറെ തന്നെയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. തലയൊക്കെ കൂടി കണ്ടു നല്ല ഭംഗിയില്ലേ? കൊടിയിറക്കത്തിൻ്റെ ടൈമിൽ നമ്മൾ കറക്റ്റ് സ്ഥലത്തുണ്ടായിരുന്നു കേട്ടോ. കൊടിയേറ്റിൻ്റെ അന്ന് നമ്മൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ കൊടിയിറക്കത്തിൻ്റെ അന്ന് കറക്റ്റ് ടൈമിങ് നമ്മളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് വന്നത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, കഴുന്നെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ. തമ്പാച്ചൻ്റെ കഴുന്നൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. മിടുക്കി കുട്ടിയായി. ഇനി എല്ലാം ഈശോ നോക്കിക്കോളും കേട്ടോ. എന്നിട്ട് ബലൂണോ നമുക്ക് മേടിക്കാം കേട്ടോ. എല്ലാം മേടിച്ചു തരാം. എല്ലാം ഇറങ്ങി നല്ല പൈസ ആയിട്ടുണ്ട്. സന്തോഷം മാമൻ, ഉഷ, ശാന്തമ്മ എല്ലാരും കൊടുത്തു. കാശുകാരിയാണ്. കുറച്ച് തരുവോ? ജാനിക്കുട്ടി അച്ചുവിനെ തപ്പ് നാട്ടാ, പക്ഷെ കണ്ടിട്ടില്ല. അച്ചു പുറകെ വന്നിരിക്കുന്നുണ്ട്. ഞെട്ടിപ്പോയി പാവം. ഞങ്ങള് പള്ളിയിലൊക്കെ കയറി അച്ഛനെ കൊണ്ട് തലക്കൊക്കെ പിടിപ്പിച്ചു, പ്രാർത്ഥിപ്പിച്ചു. ജാൻകീനെ കേട്ടപ്പോഴത്തേക്ക് അച്ഛനൊന്ന് ഞെട്ടി. എല്ലാരും മാമോദിസ പേരല്ലേ ചോദിക്കുന്നേ. എന്നിട്ട് തലയിലൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. സന്തോഷമായി. അനവെള്ളമൊക്കെ തല കൂടെ തളിച്ചു. അങ്ങനെ ഞങ്ങള് നേർച്ചപ്പൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ജാനിക്കുട്ടി എന്ത് ഡീസന്റ് ആയിട്ടാ കഴിക്കുന്നത്. വെള്ളം കൊണ്ടുവരാം. കഴിക്കുക, എന്നിട്ടേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞാനും കഴിക്കട്ടെ കേട്ടോ. അപ്പവും ബീഫ് കറിയാണ്. മുത്തശ്ശിയുടെ വക കൊച്ചുമാർക്ക് ബലൂൺ. കിലു കൊച്ചിന്റെ പേരില് കിലു. ഏതാ മേടിച്ചേക്കുന്നേ? പൂച്ചാനെയോ? പൂച്ചയല്ല, മുയല്. ഞങ്ങൾക്കൊന്നും ഇല്ലേ മുത്തശ്ശി? ഞങ്ങളും കൊച്ചുമക്കളാണ്.
കൊച്ചുമക്കൾക്ക് ആങ്ങളേക്ക് നോക്കാൻ മേടിക്കുമ്പോൾ പൊട്ടിച്ച ഓടി ഓടി വരുമായിരുന്നു. അതെ 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 അതെ. ഇതുപോലെ മേടിച്ചു കൊടുക്കുവേ. അവിടെ എങ്ങനെ പൊട്ടിച്ചിട്ട് എൻ്റെ ബലൂണ് ഞാൻ എന്നാണ് കളിയാക്കിയത്. വേണ്ടാടാ വെല്ലുവിടം ചെയ്തു. ജാനി എന്തിട്ട് സാധനം ഇത്? ജാനിനേക്കാൾ വലിയ വലുപ്പമാണല്ലോ. അതെ, ചുറ്റി വെക്കണ്ട. കളിപ്രായം പറന്നു പോയനെ. ജാനിക്ക് എല്ലാം കിട്ടിയാ കൊള്ളാം. മോളെ അത് പിടിച്ചാ പൊങ്ങി പോകും കേട്ടോ. ഒരെണ്ണം വീട്ടിലിരിക്കുക. ഒരെണ്ണം വീട്ടിൽ ഇരിക്കുക. നല്ല ഭംഗിയുണ്ടല്ലേ. ഒക്കെ പോയി. ഒരു ഫോട്ടോ ഇവിടെ എടുത്തതിന് അംഗമാണ് ഗൈസ്. അളിയാ ഫോട്ടോ അയച്ചിട്ട് ഫോട്ടോ എടുക്കണോ? എന്റെ പൊന്നി, അത് ഏത് ബംഗാളിയാ? ബംഗാളിന്ന് വിളിച്ചത്. അയ്യോ എന്നെ കണ്ണടിച്ചു പോയെന്നുള്ള രീതിയിലാണ് ഞാൻ ഫോട്ടോ ഞാൻ ഇതിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് നോക്കുകയാണ്, പക്ഷെ കിട്ടുന്നില്ല കേട്ടോ. പറക്കുമ്പോ നല്ല രസമുണ്ട് കാണാനായിട്ട്. മാറിയേ വണ്ടി വരുന്നു. പോവാം. അപ്പോ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് വിടാം. വൈകുന്നേരം കാണാം. വൈകുന്നേരം ഗാനമേളയും പരിപാടി കാര്യങ്ങളൊക്കെ. ഫോണും കണ്ണാടിയും ബലൂണും എല്ലാവരും കൂടി ഫോട്ടോഷൂട്ടിനുള്ള പരിപാടിയാണ് ഉള്ളത്. അതായത് കൊല്ലന്താനത്തെ ഫാമിലി എല്ലാവരും ഉണ്ട്. കിട്ടി ശരിക്കും കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി. ഷൂട്ടതാ. അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ പുലരി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈങ്കിടാവ്. ചേച്ചിക്ക് ഈ കല എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതെല്ലാം പോകുന്നായിരുന്നു. അതാണ് വെച്ചേക്കാറ്. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ കട്ടപ്പന എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോകുന്നില്ലേ, ഞാൻ ഇരിക്കുന്നില്ലേ. അമ്മ വരണോ? ഇല്ല, അവള് പാലൊക്കെ കുടിച്ചല്ലോ. പായസം കുടിച്ചൊന്നുമില്ല. ഞങ്ങളൊന്നും കുടിച്ചിട്ടില്ല. ജാനിയൊക്കെ ഇനി ഈ വണ്ടിയല്ല കേട്ടോ. ഞങ്ങക്ക് തുള്ളാൻ പറ്റുന്നില്ല. അതെ, ഞങ്ങളിതേ അവൾക്ക് എന്തോ ഒരു ഡ്രസ്സ് എടുക്കാനുണ്ട് കേട്ടോ. അത് എടുക്കാൻ വേണ്ടി പോവാ. എടുത്തിട്ട് കാണാൻ കഴിച്ചു. ഒരു ഷോളും കൊണ്ട് പോയാൽ ഞങ്ങൾ കൂട് നിറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചതേ പോകുന്നുണ്ട് കേട്ടോ. അവര് ഞങ്ങളെ ചിലപ്പോൾ ആട്ടുന്ന ലക്ഷണമുണ്ട്. കാര്യം കുറെ നേരമായി ഞങ്ങൾ പോയിട്ട്. കണ്ടോ സിന്തോമ തുള്ളുന്നുണ്ടോ? ഉറഞ്ഞു തുള്ളുന്നുണ്ടോ? ഞങ്ങളായിട്ടാണ് കൈ സഹിക്കുന്നത്. നിങ്ങളുടെ സിന്തോമയുടെ രൗദ്രഭാവങ്ങൾ നോക്കൂ.